നമ്മൾ മഹാന്മാരായ ബദരീങ്ങളെ പേരുച്ചരിക്കുന്ന എന്തിന്? അത് ഉമ്മത്തിന്റെ ഊർജ്ജം. ആരാണ് ബദരീങ്ങളെന്നോ? നബി പറഞ്ഞു, അള്ളാഹു ഒരു ജനതക്കാണ് എന്തിനും സ്വാതന്ത്ര്യം നൽകിയത്. അത് അസ്ഹാബുൽ ബദറാണ്. അവർ വല്ലാത്ത ദറജയുള്ളവരാണ്. ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് പോലും വേറെ ജോലിയില്ല. അവരാകാശത്തൊരു പ്രത്യേക ലോകത്തേക്ക് അള്ളാഹു അവരെ കയറ്റിവിട്ടു. അവർ ഖിയാമത്ത് നാളിലല്ലാതെ ഭൂമിയിൽ ഇറങ്ങുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബദറിൽ ഇറങ്ങിയ മലക്കുകൾ പോലും സാധാരണ മലക്കുകളല്ല. അവർക്ക് ആകെ ചരിത്രത്തിൽ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ. ബദറിൽ ഇറങ്ങുക, നബിയെ സഹായിക്കുക, ആകാശത്തേക്ക് വേറെ ഏരിയക്കാണ് പോവുക. ഇനി അവർക്ക് ഡ്യൂട്ടി ഇല്ല. ഇനി അവർ മഹ്ശറിലേക്ക് ഇറങ്ങുക. ആര്? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ, സാധാരണ മലക്കുകളല്ല. പിന്നെ എങ്ങനെ ബദരീങ്ങൾ എന്ന മനുഷ്യർ സാധാരണ മനുഷ്യരാവുക? ബദറിൽ പങ്കെടുത്ത മലക്കുകൾ സാധാരണ മലക്കുകൾ അല്ല. ആരൊക്കെയാണ് അവർ? അവർക്ക് യാതൊരു ലക്ഷ്യവുമില്ല. അവർ ജയിക്കാൻ വേണ്ടി പോയതല്ല. അവർ നബിയോടുള്ള മഹബത്ത് കൊണ്ടുപോയത് മുഹമ്മദ് മുസ്തഫ. അവരുടെ ഭാര്യമാരെ ചൂടന്മാരും മുനാഫിക്കുകളും ഒന്ന് കളിയാക്കിയില്ലേ? ബദരീങ്ങൾ ബദറിലേക്ക് പുറപ്പെട്ടതിന് ശേഷം ചൂടന്മാരും കള്ളന്മാരായ മുനാഫിക്കുകളും ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്നിട്ട് നൃത്തം ചവിട്ടിയില്ലേ? വലിയ വലിയ കൈക്കരുത്തുള്ള ചൂടന്മാരും മുനാഫിക്കുകളും സ്വഹാബികളായ ഉന്ന ബദരീങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് പെണ്ണുങ്ങളെ കൊഞ്ഞനം കുത്തിയിട്ട് ആംഗ്യം കാണിക്കുക. എടീ, എന്റെ കൂടെ പോര്, അവൻ ഇനി വരുകയില്ല. അവനെ വെട്ടി നുറുക്കാൻ വേണ്ടി മക്കായിൽ നിന്ന് പട പുറപ്പെട്ടിട്ടുണ്ട്. നിന്നെ പോറ്റാനും നിന്റെ ആഗ്രഹം സാധിപ്പിക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് വന്ന് നൃത്തം ചവിട്ടിയിട്ടില്ലേ ചൂടന്മാരും മുനാഫിക്കും? പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മിണ്ടാൻ വയ്യ. കാരണം ഭർത്താക്കന്മാര് വരാൻ വേണ്ടി പോയതല്ല. ബിമഹബ്ബത്തി റസൂലില്ലാ. ഇവർക്ക് സ്വർഗം കൊടുക്കാണ്. ആർക്കാണ് അല്ലാഹു സ്വർഗം കൊടുക്കുക? അതെന്ത് വിചാരിച്ച്? കൈക്കരുത്തുള്ള ജൂതന്മാരും മുനാഫിക്കങ്ങളും പോരന്റെ മുറ്റത്താണ് ചാടാ. എന്നിട്ട് പോരടി, എന്നെ നോക്കാനും എന്റെ ആഗ്രഹം തീർക്കാനും എനിക്ക് കഴിയും, എന്റെ മസിൽ നോക്ക്. പാവപ്പെട്ട പെണ്ണുങ്ങൾ പോരയിരുന്ന് കരം പുതിയാപ്പള തിരിച്ചു വരൂല. കാരണം ആയിരക്കണക്കായ പട്ടാളക്കാരിൽ കൊത്തി നിൽക്കാൻ ഒരാൾക്ക് 9,000 എന്ന തോതിൽ വന്നിട്ടുണ്ട്. ഇവർക്ക് ആകുള്ളത് 3 പീച്ച കത്തിയ. പിന്നെ എങ്ങനെ അവർ തിരിച്ചു വരിക? പെണ്ണുങ്ങൾ വാതിലടച്ച് സാക്ഷിച്ചിട്ട് കരഞ്ഞ് ശ്വാസം പോലും പുറത്തുവിടാതെ കരഞ്ഞു. എന്താണ് മനുഷ്യ മനസ്സിലാക്കുക? അവർക്ക് സ്വർഗം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അല്ലാഹു കൊടുക്കുക? അതാണ് ഇസ്ലാമിൽ. അത് തന്നെ ബദരീങ്ങൾ അവർക്ക് പ്രത്യേക സ്ഥാനമാണ്. അവർക്ക് കുറ്റം ചെയ്താലും ശിക്ഷയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ? കുറ്റം ചെയ്താലും ശിക്ഷ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ ഒറ്റ കൂട്ടരല്ലേ ഇസ്ലാമിലുള്ളൂ. ആര്? ബദരീങ്ങൾ. പോച്ചതളിയാണ്. കുറ്റം ശിക്ഷ ഉണ്ടാവില്ല. ഒന്നും ചെയ്തിട്ടല്ല, അവരൊന്നോട് ചെയ്തിട്ടില്ല. പക്ഷെ അള്ളാഹു ലൈസൻസ് കൊടുത്തു. അങ്ങനത്തെ മനുഷ്യന്മാര്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കെതിരെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു അൻഹ എന്ന് പറയും. മനുഷ്യന്മാരെ എന്താണ് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ് അല്ലാഹുവിന്റെ ഹബീബിന്. ആയിഷ ബീവി വല്ലാത്ത ഇഷ്ടം. പഠിച്ചോനെ, ഉമ്മാന്റെ പേരിൽ ഞങ്ങൾ അഭിമാനിച്ചിട്ടുണ്ട്. അമ്മാന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാഹ്. എന്തൊരു ഉമ്മയാണ്! അല്ലാഹുവിന്റെ റസൂലിന്റെ കരളാണ് മഹദിയായ ആയിഷ. ദാഹിക്കുന്നവന് പച്ചവെള്ളം എത്ര ഇഷ്ടമാണ്, അത്ര ഇഷ്ടമാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ മുത്ത് റസൂലുള്ളാഹ്. ആയിഷ ബീവിക്കെതിരെ തമ്മാടിത്തരം പറഞ്ഞുണ്ടാക്കി മുനാഫിഖീങ്ങൾ. അള്ളാഹുവിന്റെ ഹബീബ് 1 മാസം മിണ്ടിയില്ല. സൂറത്തുൻ നൂറിൽ ആയിഷ ബീവി കുറ്റവിമുക്തയാണ്, പരിശുദ്ധയാണ് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ മദീന മിമ്പറിൽ കയറിയിട്ട് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്, ആരെടാ നിങ്ങൾ എതിർത്തത്? ആരെപ്പറ്റിയാടാ നിങ്ങൾ തോന്നിയാസം മുനാഫിക്കുകളെ പറഞ്ഞുണ്ടാക്കിയത്?
നിങ്ങൾ സഫ്വാനെ പറ്റിയല്ലേ? സഫ്വാനെ പറ്റി പറയുമ്പോ ആലോചിക്കണ്ടേ? ഇന്നഹു മിൻ അഹ്ലി ബദരിൻ, സഫ്വാൻ ബദറിൽ പങ്കെടുത്ത സ്വഹാബിയല്ലേ? പഠിച്ചോങ്ങളെ വെറുതെ വിടോ? ചോദിച്ചില്ലേ മുത്ത് മുഹമ്മദ് മുസ്തഫ? അത് തന്നെയാണ് ആ വഹാബി സുന്നികളും ഈ പറയുന്നത്. അവർ സാധാരണ സ്വഹാബികളല്ല. സഫ്വാനെ പറ്റി ഹബീബായ മുഹമ്മദ് മുസ്തഫ. എടോ മനുഷ്യന്മാരെ, നിങ്ങൾ സഫ്വാനെ പറ്റി ഒരു കുറ്റം പറയുമ്പോ ആലോചിക്കണ്ടേ? സഫ്വാൻ ആരാണ്? ഇന്നഹു മിൻ അഹ്ലി ബദരിൻ, അത് ബദറിൽ പങ്കെടുത്ത സ്വഹാബി അല്ലേ? ബദറിൽ പങ്കെടുത്ത ഒരു സ്വഹാബിയെ ആക്ഷേപിക്കുമ്പോ പേടിക്കണ്ടേ? ആണ് ഈമാൻ നഷ്ടപ്പെടുത്തുന്ന പണിയല്ലേ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ചിന്തിക്ക്. അതെന്നെ പതിങ്ങൾ ആ വൽപ്പം തന്നെ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ.